ഇതാര്? നിൻ്റെ ഫ്രണ്ടാ? ആ, മോളെ പേരെന്തോന്ന്? ഗായത്രി. വീടെവിടാ? ഇവിടെ അടുത്ത് തന്നെയല്ലേ? ഇവിടെ അടുത്ത് കടയ്ക്ക് എവിടെ? കടയ്ക്ക് അല്ല, എനിക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ ചോദിച്ചത്. കടയ്ക്ക് ആ സൈഡ് ഫാമിൻ്റെ അപ്പുറത്ത് അവിടെ എനിക്കൊരറിയാവുന്ന ഒരു രാജൻ എന്ന് പറയുന്ന ഒരാളറിയാവോ? നിങ്ങളാ മാമനാണോ രാജൻ? അപ്പം മോളുടെ അച്ഛൻ്റെ പേരെന്തരാണ്? ഓ, സുധാകരൻ കുറുപ്പ്. അത് പറ. സുധാകരൻ കുറുപ്പിൻ്റെ മോളായിരുന്നല്ലേ? അത് പറയണ്ടേ, നമ്മളെ കൊച്ചല്ലേ നീ? ഞാൻ കരുതി വേറെ ആരെങ്ങാണ്ടേണെന്ന്. സുധാകരൻ കുറുപ്പിൻ്റെ മക്കള്, സുധാകരൻ കുറുപ്പിൻ്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കുടുംബമാണ്. പണ്ട് ഇവരെ ഫാമിലി മൊത്തം എന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി അവരെ ഫാമിലിയൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. ഓ, മക്കള് പറയണ്ടേ. അവള് നാരങ്ങ വെള്ളം ഷേക്ക് അടിച്ചുകൊണ്ട് വരാം. മക്കൾ ഇവിടെ ഇരിയട്ടാ, നമുക്ക് പോയി ഷേക്ക് അടിച്ചുകൊണ്ട് വരാം. സുധാകരൻ കുറുപ്പിൻ്റെയും ഭാര്യനെയൊക്കെ ഞാൻ തിരക്കിന്ന് പറയണം കേട്ടാ. ഇതാരടി? എൻ്റെ ഫ്രണ്ടാ? പേരെന്തോന്ന്? നീരജേ. സ്ഥലം എവിടാ? അറ്റോറത്താ? അവിടെ ആര്? അവിടെ ഏത് വീട്? ഇല്ല, എനിക്ക് അവിടെ കുറച്ച് പേരെ അറിയാം, അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ ഏത് വീട്? ഓ, അച്ഛൻ്റെ പേരെന്തര്? ബാബുവാ? എനിക്കവിടെ ഒരു ബാബുവിനെ അറിയാം. ഒരു തെങ്ങിലൊക്കെ കയറാൻ പോണ ഒരു ബാബു ഉണ്ടല്ലോ. ആ ബാബുവിൻ്റെ മോളാണോ നീ? ആഹാ, ആ ബാബുവിൻ്റെ മോളായിരുന്നല്ലേ? അവരെ ഫാമിലി കുടുംബപരമായി നമ്മളെ പേരിടത്തിലാണ് തേങ്ങ എടുക്കാൻ പറഞ്ഞത്, അടക്കൊക്കെ എടുക്കാൻ പറഞ്ഞതൊക്കെ അവരാണ്. നിനക്ക് അറിഞ്ഞൂടി? ഈ കൊച്ചിൻ്റെ അച്ഛനും കൊച്ചിൻ്റെ വീട്ടുകാരൊക്കെ എല്ലാവരും നമ്മളെ വീട്ടിൽ വരും. നമ്മളാണ് ശമ്പളം കൊടുക്കുക, നമ്മളെ പൈസയാണ് കൊടുക്കുന്നത്. ഇതൊന്നുമില്ലാതെ പണ്ട് നിൻ്റെ ഡ്രസ്സൊക്കെ ഈ ബാബുവിൻ്റെ കൊച്ചിന് ഞാൻ കൊടുക്കുമായിരുന്നു പഴയതാകുമ്പോൾ. ആ മോളായിരുന്നല്ലേ നീ? എനിക്ക് മനസ്സിലായില്ല. നീ എവിടെ പോണ്? നാരങ്ങൾ എടുക്കാനാ? അയ്യോ, നാരങ്ങ ഉണങ്ങിപ്പോയല്ല. ചായ ഇടാനാണെങ്കിൽ ഇവിടെ തേയിലയൊക്കെ തീർന്നു പോയി. ടാങ്കൊന്നും ഇരിപ്പില്ല മക്കളെ, അതൊക്കെ തീർന്ന്, എല്ലാം തീർന്ന്. ഞാനേ വെളിയിൽ പോകാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് നിങ്ങൾ വന്നത്. മക്കളെ ബോട്ടിൽ വെള്ളമില്ലേ? ബാഗിലെ വെള്ളത്തിൽ എടുത്ത് കുടി കേട്ടാ. ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ എല്ലാം തീർന്ന്. ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി പോകായിരുന്നു. അവിടെയാണ് കേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലേ?